ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കണ്ടേ, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നന്ദേനെയും കാശിനെയും വിളിച്ചുണർത്തി ഞാനും മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേക്കുകയാണ് കേട്ടോ. പല്ലൊക്കെ തേച്ചു കഴിഞ്ഞിട്ട് കാശിക്കുട്ടനും പല്ല് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷൊക്കെ കൊടുത്തു. അപ്പോൾ അവനും തനിയെ നിന്ന് പല്ലൊക്കെ തേക്കുന്നുണ്ട്. അങ്ങനെ അവിടെ അമ്മ അകത്തെന്തോ പണി എടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ ദാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അമ്മ ഒരു ട്രിപ്പ് രാവിലെ ചായ ഇട്ടു. അപ്പോൾ ചായ കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചായ രണ്ടാമതിടുകയാണ് കേട്ടോ. കാശിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാല് തിളപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ചായ രണ്ടാമതിടെയാണ്. അമ്മയും അച്ഛനൊക്കെ രാവിലെ എണീക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ അമ്മ നേരത്തെ കുറച്ചെടുത്തിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അത് തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് നമ്മൾ ചായ ഇടുന്നത്. അപ്പം ഞാൻ ചായ ഇടുമ്പോൾ ആ സമയത്ത് നന്ദയും കാശിയും കൂടെ വെറുതെ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ബോൾ എറിഞ്ഞ് കളിക്കുക എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മൾ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചായ തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചായ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഊറ്റിയെടുക്കണം. തൊട്ടിപ്പുറത്ത് കാശിക്ക് ഞാൻ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായക്ക് ആവശ്യത്തിന് പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ ചായ കപ്പിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഇടയ്ക്ക് വരുന്നുണ്ട്. അച്ഛൻ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ എന്നാൽ കടയിൽ പോയിട്ട് പഴം വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഞാനും അച്ഛനപ്പം മനസ്സിലായി വീഡിയോ എടുക്കുകയാണ്. അപ്പം നമ്മൾ ഫോണ് അടുക്കളയിൽ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ടു. നന്ദയ്ക്ക് കുടിക്കാൻ കൊടുത്തു, കാശിക്കുട്ടനും കുടിക്കാൻ കൊടുത്തു. അപ്പം എനിക്കിങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചായ കൂടി കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി പുരികം ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ, രാവിലെ തന്നെ. അപ്പം ഞാൻ അതും ചെയ്തു കൊടുത്തു. അങ്ങനെ ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് അമ്മ വേഗം തന്നെ ഉച്ചക്കത്തേക്കുള്ള അരി ഇടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തെ അടുപ്പിലാണ് ചോറൊക്കെ വെക്കാറ്. അപ്പോൾ അമ്മ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം നമ്മൾ അരിയിലേക്ക് ഒഴിക്കും കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒരു ട്രിപ്പ് കഴുകിയിട്ടാണ് പിന്നെ അമ്മ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വീണ്ടും അരി കഴുകി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കഴുകൽ കഴിഞ്ഞിട്ടും നമ്മൾ രണ്ടാമത് വീണ്ടും അരി കഴുകി ഒക്കെ എടുക്കുകയാണേ. അപ്പോൾ അരി കഴുകൽ കഴിഞ്ഞു, അരി അടുപ്പത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള പരിപാടിയൊക്കെ വേഗം തന്നെ ആയി. അപ്പോൾ ഇന്നിപ്പം വേഗം തന്നെ പണികളൊക്കെ ഒതുക്കണം. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും ഞാനും നന്ദയും കൂടെ കുളിയും കഴിഞ്ഞിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പം വന്നിട്ട് ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ദോശയ്ക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നൊന്നുമില്ല. എന്നപ്പോൾ നമുക്ക് ഇച്ചിരി തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പം ദോശ ഉണ്ടാക്കി അപ്പം നന്ദയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അവൾ കുളിയും കഴിഞ്ഞ് വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശിക്കുട്ടനും കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കും 2 ദോശ എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് കഴിച്ചു. പിന്നെ നമ്മൾ കാശിക്കുട്ടനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ് കേട്ടോ. അവൻ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളക്ക് കത്തിക്കുന്ന അവിടെ ഒന്ന് തൊഴുതിട്ടൊക്കെയാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാനതങ്ങനെ തന്നെ അങ്ങനെ ശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമുക്കിന്നിപ്പോൾ ഉച്ചയ്ക്ക് അയ്യപ്പ വിളക്കിന് പോകണം. ഇവിടെ നമ്മുടെ അയ്യപ്പ വിളക്ക് പരിപാടി നടക്കുകയാണ് കേട്ടോ. അപ്പം അവിടെയാണ് ഉച്ചയ്ക്ക് ഊണൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പം വൈകിട്ടത്തേക്ക് ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് എന്തായാലും എവിടെ പോവാണെങ്കിലും നമ്മൾക്ക് ചോറ് വെച്ചേക്കും. പിന്നെ കറി എന്തെങ്കിലും നമുക്ക് വന്നിട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോറ് റെഡിയാക്കും. അപ്പോൾ കാശി പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും സദ്യ കഴിക്കില്ല. അപ്പോൾ അവന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഈപ്പി ഉണ്ടാക്കി.
അപ്പോൾ അവന് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ റെഡിയായിട്ട് ഞങ്ങൾ മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ റോഡിൽ. അപ്പോൾ അമ്മയും അനിയത്തിയും അടുത്ത വീട്ടിലെ കുട്ടിയുണ്ട് കേട്ടോ, അവളും കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ തുറന്ന വരും കേട്ടോ അനിയൻ. അപ്പോൾ അവരെല്ലാവരും അവിടെ താഴെ തന്നെ നിൽക്കുകയാണ്. നമ്മളിവിടെ റോട്ടിൽ കയറി ഞാനും നന്ദയും കാശിയും കൂടി ഇവിടെ റോട്ടിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ റോഡ് വശം. ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ വേങ്ങശ്ശേരി വെച്ചിട്ടാണ് കേട്ടോ അയ്യപ്പ വിളക്ക്. അപ്പോൾ ഇത് നോക്ക്, നല്ല ഭംഗിയിൽ ഈ ചെടികൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ജസ്റ്റ് നിന്നപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പം നമ്മൾ അവിടുന്ന് വേഗം തന്നെ അയ്യപ്പ വിളക്ക് നടക്കുന്ന അവിടെ എത്തി കേട്ടോ. അവിടെ ഉച്ചയ്ക്ക് കഴിക്കാൻ സദ്യ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മോരുകറിയും കൂട്ടുകറിയും അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് കൂട്ടി സദ്യ കഴിച്ചു. നേരെ ഓപ്പോസിറ്റ് റോഡിൽ ഒരു പറമ്പിൽ വെച്ചിട്ടാണ് അയ്യപ്പനെ കുടിയിരുത്തുന്ന അയ്യപ്പ വിളക്കിൻ്റെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അയ്യപ്പ അമ്പലം പോലെ തന്നെ നമ്മുടെ വാഴയില്ലേ, വാഴ വെച്ചിട്ട് പണിത് വെച്ചിരിക്കുന്ന അമ്പലമാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉച്ചയ്ക്കത്തെ ഊണും കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. കാശി മുന്നേ തന്നെ ഓടി ഇറങ്ങുന്നുണ്ട്. ചെറിയ കുട്ടി അനിയത്തിയുടെ കുട്ടിയാട്ടോ, ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ്. കുട്ടിയായിട്ട് വേഗം തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം അവൾ കുട്ടീനെ നന്ദയുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം തന്നെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇനി കുട്ടിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും കുറുക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ വേഗം ഇങ്ങ് പോന്നു. പിന്നെ ബാക്കി കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ ഷോർട്ട് വീഡിയോയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡാൻസിൻ്റെ വീഡിയോയും കൂടെ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഡാൻസിൻ്റെ വീഡിയോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്കും ഒരു സമയം ഏകദേശം ഒരു 2:30 3 മണി 3:15 കേട്ടോ. അപ്പം ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതുവഴി അയ്യപ്പ വിളക്കിൻ്റെ താലം പോകും, താലം എടുക്കാനുള്ള ആൾക്കാർ ഇതുവഴി പോവുക കേട്ടോ. ചെണ്ടമേളമൊക്കെ ആയിട്ട് ഇതുവഴി പോയിട്ട് ഇങ്ങനെ ഇവിടുത്തെ ചടങ്ങ് ഇങ്ങനെയാണ് കേട്ടോ. പാലക്കൊമ്പ് വെട്ടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് കേട്ടോ. പാലമരത്തിൽ നിന്ന് ചെറിയൊരു പാലക്കൊമ്പ് വെട്ടിയിട്ട് അതുമായിട്ട് ഇനി ഇവർ തിരിച്ചു വരും. എന്നിട്ട് നേരെ ഈ താലവുമായിട്ട് അമ്പലങ്ങളിലൊക്കെ പോയി വന്നിട്ടാണ് നമ്മുടെ അയ്യപ്പ വിളക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുക കേട്ടോ. അപ്പം ഇനി ഇവരിപ്പോൾ പാലക്കൊമ്പ് വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ പാലമരമുണ്ട്. അവിടെ നിന്ന് ഇനി പാലക്കൊമ്പ് വെട്ടിയിട്ട് ഇനി ഈ താലം ഇതേപോലെ തന്നെ തിരിച്ച് വരും. തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു 5:30 മണിയൊക്കെ ആകും കേട്ടോ. 5:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് തിരിച്ച് വരിക. കാരണം അത്രയും ദൂരമുണ്ട്. വെളിച്ചപ്പാടും ഒക്കെ ആയിട്ട് മെല്ലെ നടന്നാണ് അവർ പാലക്കൊമ്പ് വെട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇനി തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേഗം തന്നെ റെഡിയായിട്ട് നമുക്കും തിരിച്ച് ഇനി അമ്പലത്തിലേക്ക് ആ അയ്യപ്പ വിളക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് കാണാൻ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് വേണം നമുക്ക് വൈകുന്നേരത്തെ ചായ ഇട്ട് കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇനി വീണ്ടും അയ്യപ്പ വിളക്ക് നടക്കുന്ന അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു, വേഗം തന്നെ ഫ്രഷായി നമ്മൾ അയ്യപ്പ വിളക്ക് നടക്കുന്നിടത്തേക്ക് പോവാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, വാഴ കൊണ്ടാണ് ഇതിങ്ങനെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. അമ്പലം പോലെ ഇങ്ങനെ കെട്ടിയിട്ട് മറ്റേ 18-ാം പടി അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. താലം വരുമ്പോഴത്തേക്കും ഒരു 7-7:30 മണിയെങ്കിലും ആകും തിരിച്ച് അമ്പലങ്ങളിലൊക്കെ കയറിയിട്ട് ആ താലവും പാലക്കൊമ്പും ഒക്കെ തിരിച്ച് നമ്മുടെ ഈ അയ്യപ്പ വിളക്ക് നടക്കുന്നിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നുകൊണ്ട് തന്നെ കയറി തൊഴുതു കാണിക്കയൊക്കെ ഇട്ടിട്ട് ഞങ്ങളും ഇവിടെ മാറി നിൽക്കുകയാണ്. അപ്പം നന്ദയും ഇവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോഴേക്കും താലം എത്തിയിട്ടോ. അമ്പലങ്ങളിലൊക്കെ പോയിട്ട് താലം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും വയങ്കാവ് അമ്പലത്തിലാണെന്ന് തോന്നുന്നു പോകുന്നത്. അപ്പം താലം എത്തിയിട്ടുണ്ട്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ താലമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പാലക്കൊമ്പ് വെട്ടിക്കൊണ്ടുവരുമെന്നുള്ളത്. അപ്പോൾ പാലക്കൊമ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ പാലക്കൊമ്പുമായിട്ട് വരുന്നത്. അത് കുറച്ച് പേരിങ്ങനെ പിടിക്കും കേട്ടോ. അത് നമ്മൾ താഴത്ത് വെക്കാൻ പാടില്ല, അതാണ് അതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ പാലക്കൊമ്പുമായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൂട്ടത്തിൽ പോയ വെളിച്ചപ്പാടിൻ്റെ തുള്ളലുണ്ട് കേട്ടോ. അപ്പം വെളിച്ചപ്പാടുകൾ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വെളുപ്പാങ്കാലം വരെ ഉണ്ടാകും കേട്ടോ. ഇപ്പോഴൊന്നും കഴിയില്ല. രാവിലെ വെളുക്കുന്നത് വരെ ഇവിടെ ഈ പരിപാടി ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. കുറേ അധികം നേരം നിൽക്കാൻ പറ്റില്ല.
കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നേരത്തെ തന്നെ പോരും കേട്ടോ. പക്ഷേ അച്ഛനും അനിയനും ഒക്കെ വെളുപ്പാങ്കാലം വരെ അവിടെ ഉണ്ടാവും. അവർ ഈ പരിപാടി മുഴുവനും കണ്ടിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കാശിക്കുട്ടന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാശീനെയും കൂട്ടിയിട്ട് ഞാനും നന്ദയും കൂടെ ഐസ്ക്രീം വാങ്ങാൻ പോയി. എന്നോട് വന്ന് പറയുകയാണ് ഐസ്ക്രീം വേണമെന്ന്. അപ്പം ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയി. അപ്പോൾ അമ്മയും അനിയത്തിയുടെ ഹസ്ബൻഡും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വന്നിട്ട് കാശിയും അമ്മയും ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞാവയ്ക്ക് മാത്രം കൊടുത്തിട്ടില്ല, കാരണം അവന് കൊടുത്താൽ ശരിയാവില്ല. ഒന്നാമത് നമ്മുടെ ഡിസംബർ മാസം തണുപ്പും കൂടാണ്, കുട്ടിക്ക് വേഗം പനി എന്തെങ്കിലും വരുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ചെറുതിന് മാത്രം കൊടുത്തില്ല. അപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു. ഇനി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി. അപ്പം നമുക്ക് വൈകിട്ടത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചോറ് ഇരിപ്പുണ്ട്. നമ്മുടെ അയ്യപ്പൻ വിളക്ക് നടക്കുന്നിടത്ത് വൈകിട്ട് കഴിക്കാൻ ഇഡലിയും സാമ്പാറുമാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. അപ്പോൾ ഇവിടെ ചോറും വെച്ചിട്ടുണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചോറുണ്ട്. അപ്പോൾ കറി എന്തെങ്കിലും ആക്കണം, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മത്തങ്ങ നമ്മൾ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മത്തങ്ങ ഉപ്പേരി അതേപോലെ തന്നെ മുളക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.